വെൽക്കം ടു യുവർ മാത്സ് ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതാണ് റിലേഷൻ ഫംഗ്ഷൻസിലെ അവസാനത്തെ ടോപ്പിക്ക് ബൈനറി ഓപ്പറേഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. 3 മാർക്കിന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഡെഫിനിഷൻ ഓഫ് ബൈനറി ഓപ്പറേഷൻസ്, ബൈനറി ടേബിൾ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഐഡന്റിറ്റി എലമെന്റ്, ഏറ്റവും അവസാനം ഇൻവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഒരു 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്, നോക്കാം. ഓക്കെ, ഇനി എന്താണ് ബൈനറി ഓപ്പറേഷൻ? ടെക്സ്റ്റ് ബുക്കുള്ള ഡെഫിനിഷനിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് വളരെ സിമ്പിൾ. ബൈനറി ഓപ്പറേഷൻ, ബൈ മീൻസ് 2. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാത്സിലുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 ആൾക്കാർ തമ്മിലുള്ള ഓപ്പറേഷൻ, ഇപ്പോൾ എ ഉണ്ട് ബി ഉണ്ട്, ഇവർ തമ്മിലുള്ള ബൈനറി ഓപ്പറേഷൻ. ഇവിടെ അഡിഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം. ഇങ്ങനെ ഈ 2 ആൾക്കാർ തമ്മിലുള്ള ഓപ്പറേഷൻ എന്താ പറയുക? ബൈനറി ഓപ്പറേഷൻ. ഇനി എല്ലാ ബൈനറി ഓപ്പറേഷനും ബൈനറി ആണോ എന്ന് നോക്കണം. അതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കുള്ള ഡെഫിനിഷൻ പറയാം. ബൈനറി ഓപ്പറേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓൺ എ സെറ്റ് എ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ, സ്റ്റാർ സച്ച് ദാറ്റ് എ ക്രോസ് എ ഗീവ്സ് എ, and it is denoted by a comma b star a comma b or a star b. ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ല. ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടി പറയാണ്. എനിക്കൊരു എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഈ എ എന്ന സെറ്റിൽ എനിക്കൊരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, എ സ്റ്റാർ ബി തന്നിട്ടുണ്ട്. ഈ എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ എനിക്ക് തന്ന സെറ്റുള്ള എലമെന്റ്സ് തന്നെ കിട്ടണം. തന്ന സെറ്റുള്ള എലമെന്റ്സ് തന്നെ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്താ പറയാം? സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്ന സെറ്റിലുള്ള എലമെന്റ്സ് തന്നെയാണ് കിട്ടുന്നെങ്കിൽ എന്ത് പറയാം? സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഞാൻ ഇപ്പോൾ 2 കാര്യം പറഞ്ഞു. എന്താ ബൈനറി ഓപ്പറേഷൻ? 2 ആൾക്കാർ തമ്മിലുള്ള ഓപ്പറേഷൻ എന്താ പറയുക? ബൈനറി ഓപ്പറേഷൻ. ടെക്സ്റ്റ് ബുക്കുള്ള ഡെഫിനിഷൻ എന്താണ്? സ്റ്റാർ ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ സച്ച് ദാറ്റ് എ ക്രോസ് എ ഗീവ്സ് എ, ഡിനോട്ടഡ് ബൈ എ സ്റ്റാർ ബി. ഇനി സെക്കൻഡ് തിങ് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആവുന്ന കേസ് എപ്പോഴാണ്? എ സ്റ്റാർ ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്ന സെറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ, തന്ന സെറ്റുള്ള എലമെന്റ്സ് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. 1 മാർക്കാണ്. ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. റെഡി? ഇവിടുത്തെ നിങ്ങൾക്ക് ഡൗട്ടൊന്നും അടിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല. ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പ്രശ്നമില്ല. ഒരു 3 ക്വസ്റ്റ്യൻ ഓക്കെയാണ്. റെഡി? ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് ഈച്ച് ഓഫ് ദി ഡെഫിനിഷൻ ഓഫ് സ്റ്റാർ ഗിവൺ ബിലോ ഗീസ് എ ബൈനറി ഓപ്പറേഷൻ. ഇതൊരു ബൈനറി ഓപ്പറേഷൻ നോക്കുക. വളരെ സിമ്പിളാണ്. വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്യാം. ഓൺ Z പ്ലസ്, എന്താ Z പ്ലസ്? പോസിറ്റീവ് ഇൻറ്റിജർ. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്ത് ഒരു 1 എടുത്ത് വിചാരിക്കുക. 1 സ്റ്റാർ, അടുത്തൊരു പോസിറ്റീവ് നമ്പർ എടുത്ത് 2 എടുത്തു. സോ വാട്ട് ഈസ് 1 സ്റ്റാർ 2? 1 സ്റ്റാർ 2 എന്താ? എ മൈനസ് ബി. എൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 1 മൈനസ് ബിൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 2. എന്താ 1 മൈനസ് 2? ദാറ്റ് ഈസ് -1. അപ്പോൾ ഞാൻ ഈ സ്റ്റാർ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടിയ ആൻസർ? -1 കിട്ടി. ആ -1 പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റിജർ. ഞാൻ പറഞ്ഞെന്തായിരുന്നു? സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം കിട്ടുന്ന ആൻസർ? നമുക്ക് തന്ന സെറ്റിലുള്ളതായിരിക്കണം. നമുക്ക് കിട്ടുന്ന ആൻസർ തന്ന സെറ്റിലുള്ളതായിരിക്കണം. തന്ന സെറ്റുള്ളതാണോ? അല്ല. Therefore, it is not a binary operation. ഇതെന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഇനി വേറെ എക്സാമ്പിൾ എടുത്ത് വെക്കാം. ഒരു 2,1 എടുത്തു. ഒരു കുട്ടി 2,1 എടുക്കും. എന്താ ആൻസർ? 2 - 1 1 കിട്ടി. ആ 1 എവിടെ ഉള്ളതാ? Z പ്ലസ് ഉള്ളതാണ്. പക്ഷെ ഇല്ലാത്ത കേസ് നമ്മൾ ചിന്തിക്കണം, അല്ലേ? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ മൈനസ് പോസിറ്റീവ് ഇൻറ്റിജർ എന്താവാം? നെഗറ്റീവ് ഇൻറ്റിജർ ആവാം. ക്ലിയർ? ഈ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റാർ ബി ഈക്വൾ ടു എ ബി എന്നാണ്. ഓക്കെ, 1 സ്റ്റാർ 2 എടുത്ത് വിചാരിച്ചോ. പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു, അടുത്തൊരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു. 1 × 2 അല്ലേ? എ × ബി എത്ര കിട്ടി? 2 കിട്ടി. ഈ കിട്ടിയ ആൻസർ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ? ആണ്.
ഇത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ഇനി അടുത്ത് ഒരു നമ്പർ എടുത്തോ. -1 ഇൻറ്റു -2 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം -1 എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കാൻ പറ്റുള്ളൂ. റെഡി? ഇനി നിങ്ങൾ ഏത് നമ്പർ എടുത്തോ ആലോചിച്ച് നോക്ക്. പോസിറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ എന്തരാ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ നമുക്ക് എന്തറിയാം? ദെർഫോർ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ഇങ്ങനെ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് പോലെ പറയാം. എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ മൈനസ് പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് നോട്ട് എ പോസിറ്റീവ് ഇൻറ്റീജർ, ഇറ്റ് മേ ബി നെഗറ്റീവ് ഇൻറ്റീജർ, സോ ഇറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റീജർ. അങ്ങനെ ഇത് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ക്ലിയർ ആയില്ലേ? എന്താണ്? നമ്മൾ സ്റ്റാർ ചെയ്യുമ്പോൾ നമ്മൾ തന്ന സെറ്റിൽ ഉള്ളതാണെങ്കിൽ, എലമെന്റ്സ് നമ്മൾ തന്ന സെറ്റിൻ്റെ ഉള്ളിൽ ഉള്ളതാണെങ്കിൽ അതെന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. നമ്മൾ സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ തന്ന സെറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതെന്തല്ല? ബൈനറി ഓപ്പറേഷൻ അല്ല. ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സിമ്പിളാണ്, 1 മാർക്കേ ചോദിക്കുകയാണെങ്കിൽ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്ലിയർ? ഓക്കെ, ബൈനറി ഓപ്പറേഷൻ എങ്ങനെ മനസ്സിലായി. നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു ബൈനറി ടേബിൾ വരയ്ക്കുക? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ സെറ്റ് 1 2 3 4 5. ഡിഫൈൻ A star B equal to minimum of A, B. റൈറ്റ് ദി ഓപ്പറേഷൻ ടേബിൾ. വളരെ സിമ്പിളാണ്. ഓപ്പറേഷൻ ടേബിൾ വരയ്ക്കാണ്. ഒന്നുമില്ല, അവിടെ സ്റ്റാർന്ന് ചെയ്താൽ റോയും കോളാക്കി ചെയ്താൽ ഏതൊക്കെയാണ്? 1 2 3 4 5. 1 2 3 4 5. അതുപോലെ ഇങ്ങോട്ടേക്കും 1 2 3 4 5. ഈ സിമ്പിളാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ചെയ്താൽ മതി. നോക്കുക എന്താണ് 1 star 1. ഇങ്ങനെ നോക്കണ്ടേ? 1 star 1 എന്താ? 1 star 1 ആകുമ്പോൾ 1 star 1 മിനിമം ഓഫ് 1 and 1. 1ൻ്റെയും 1ൻ്റെയും മിനിമം എന്താണ്? 1. ഇനി 1 star 2 1 star 2 ആകുമ്പോൾ മിനിമം ഓഫ് 1 and 2. 1ലും 2ലും മിനിമം ഏതാണ്? 1 ആണ്. 1 star 3 എന്താ? 1 star 4 1 star 5 1. റെഡി? 2 star 1 2ലും 1 ഏതാണ് മിനിമം? 1. 2 star 2 2 2 star 3 2 2 2. 3 star 1 1 2 3 3 3. 4 star 1 1 2 3 4 4 1 2 3 4 5. സംശയമുണ്ടോ? ഇതാണെന്ത്? ബൈനറി ടേബിൾ. റെഡി? ഇത്രയുള്ള 1 2 3 4 5 റോ ആക്കിയതാ, കോളം ആക്കിയതാ. പിന്നെ സ്റ്റാർ ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റാർ ചെയ്യേണ്ടത്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യില്ല, ഇവിടെ അങ്ങോട്ടേ ചെയ്യുള്ളൂ. റെഡി? ഇനി ഈ ടേബിൾ, ഈ ബൈനറി ഓപ്പറേഷന്, ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ? അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ A star B ചെയ്ത ആൻസർ ആണിത് അല്ലേ? ഇതാണ് A star B ചെയ്ത ആൻസർ. ഈ ആൻസർ ഒക്കെ നോക്കുക. 1 2 3 4 5 അല്ലേ? ഈ 1 2 3 4 5 നമ്മൾ തന്ന സെറ്റിലുള്ളതല്ലേ? ആണ്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ? യെസ്, ഇറ്റ് ഈസ് ബൈനറി ഓപ്പറേഷൻ. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. റെഡി? അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ബൈനറി ഓപ്പറേഷൻ ആണ്. കാരണം 1 2 3 4 5 ഉണ്ട്. ഇപ്പോൾ ഇതിൽ 6 വരാണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ആണോ? അല്ല, കാരണം 6 ഇല്ല. അപ്പോൾ ആ കാര്യം മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. വളരെ സിമ്പിളാണ്. A star B ഈക്വൽ ടു B star A എന്നാണെങ്കിൽ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. എന്താണ്? A star B ഈക്വൽ ടു B star A ആണ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. നമുക്കറിയാം, ഇതിന് മുന്നേ പഠിച്ചതാണ്. തിരിച്ചിട്ടാലും മറച്ചിട്ടാലും സെയിം ആണെങ്കിൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ്. റെഡി? നെക്സ്റ്റ് അസോസിയേറ്റീവ്. എന്തായാലും അസോസിയേറ്റീവ് A star B ബ്രാക്കറ്റ് സ്റ്റാർ C ഈക്വൽ ടു A star ബ്രാക്കറ്റ് B star C. റെഡി? ഈ ഒരു കേസാണ് അതെന്താണ്? അസോസിയേറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പണ്ടൊക്കെ. ഓർമ്മ ഉണ്ടോ? 2 + 3 3 + 2 ഇത് രണ്ട് ഈക്വൽ ആണ് അല്ലേ? രണ്ട് തിരിച്ചിട്ടു. 2 + 3 നമ്മൾ തിരിച്ചിട്ടു. അപ്പോൾ രണ്ട് സെയിം ആണെങ്കിൽ അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനിയിപ്പോൾ 2 - 3 3 - 2 ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ. സോ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. പഠിച്ചതാണ്. അതുപോലെ തന്നെ അസോസിയേറ്റീവ് 2 + 3 +
1, 2 പ്ലസ് 3 പ്ലസ് 1. ഇതെങ്ങനെ ആഡ് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇത് രണ്ട് ആഡ് ചെയ്യാം. 2 പ്ലസ് 3 5, 5 പ്ലസ് 1 6. അതല്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? ഇങ്ങനെ ആഡ് ചെയ്യാം. 3 പ്ലസ് 1 4, 4 പ്ലസ് 2 6. രണ്ട് ഈക്വൽ ആണ്. സോ അഡിഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. റെഡി? ഇതാണ് ഇനി പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. എപ്പോഴും എക്സാമിന് 2 മാർക്കിന് ചോദ്യം ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. റെഡി? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് താഴെ തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷനിൽ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നോക്കണം. അത്രയൊക്കെ ഉള്ളൂ. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. റെഡി? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി ഈക്വൽ എന്നാണോ ബി സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യാം? എ സ്റ്റാർ ബി കണ്ടുപിടിക്കുക. ഓക്കെ, എ സ്റ്റാർ ബി അറിയാം. ഇനി ബി സ്റ്റാർ എ എന്താണ്? ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി എ മൈനസ് ബി എന്നാണെങ്കിൽ ബി സ്റ്റാർ എ എന്തായിരിക്കും? ബി മൈനസ് എ ആയിരിക്കും. റെഡി? എ സ്റ്റാർ ബി അറിയാം, ബി സ്റ്റാർ എ അറിയാം. രണ്ട് സെയിം ആണോ? എ മൈനസ് ബിയും ബി മൈനസ് എ സെയിം ആണോ? അല്ല, അത് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു എന്താണ്? ബി സ്റ്റാർ എ ആണ്. എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ്. അപ്പോൾ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ? സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. റെഡി? ഈ നെക്സ്റ്റ് അസോസിയേറ്റീവ്. എങ്ങനെ അസോസിയേറ്റീവ് നോക്കുക? എന്നായിരുന്നു? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ സ്റ്റാർ ബി ബ്രാക്കറ്റ് സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബ്രാക്കറ്റ് ബി സ്റ്റാർ സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കുക. എ സ്റ്റാർ ബി ബ്രാക്കറ്റ് സ്റ്റാർ സി. റെഡി? എന്താ ആൻസർ? എ സ്റ്റാർ ബി നമുക്കറിയാലോ. എന്താ എ സ്റ്റാർ ബി? എ മൈനസ് ബി എന്നാണ്. എ മൈനസ് ബി സ്റ്റാർ സി. എന്താ എ മൈനസ് ബി സ്റ്റാർ സി? നോക്കുക. എ സ്റ്റാർ ബി എന്താ? ഈ സ്റ്റാറിന്റെ ലെഫ്റ്റ് എ ആണ്, റൈറ്റ് ബി. ലെഫ്റ്റ് സ്റ്റാർ റൈറ്റ് എന്താണ്? ലെഫ്റ്റ് മൈനസ് റൈറ്റ്. ഇത് സ്റ്റാൻഡേർഡൊക്കെ പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാ മാങ്ങ സ്റ്റാർ ചക്ക ഈക്വൽ ടു മാങ്ങ മൈനസ് ചക്ക. റെഡി? പക്ഷെ നമ്മൾ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ എന്താ? ലെഫ്റ്റ് സ്റ്റാർ റൈറ്റ് എന്താണ്? ലെഫ്റ്റ് മൈനസ് റൈറ്റ്. എന്താ ലെഫ്റ്റ്? എ മൈനസ് ബി മൈനസ് റൈറ്റ് എന്താ? സി. റെഡി? അത് കിട്ടി. ഇനി നെക്സ്റ്റ് ഇത് ഓക്കെ. നെക്സ്റ്റ് എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി. സോ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്താ? സ്റ്റാർ ലെഫ്റ്റ് ബി റൈറ്റ് സി. എന്താ ആൻസർ? ലെഫ്റ്റ് മൈനസ് റൈറ്റ് ബി മൈനസ് സി. ക്ലിയർ? ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ് ആണ്. എന്താ ആൻസർ? ലെഫ്റ്റ് മൈനസ് എ മൈനസ് റൈറ്റ്. റൈറ്റ് എന്താ? ബി മൈനസ് സി. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാൻ പല ആൾക്കാർ മറന്നു പോകും, അപ്പോൾ തെറ്റും. റെഡി? ബ്രാക്കറ്റ് കൊടുക്കണം. ബി മൈനസ് സി. ലെഫ്റ്റ് മൈനസ് റൈറ്റ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ മൈനസ് ബി പ്ലസ് സി. ഇത് രണ്ട് സെയിം ആണോ? രണ്ട് സെയിം ആണോ? അല്ല. സോ ഹിയർ എ സ്റ്റാർ ബി നോട്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. റെഡി? ഇത് രണ്ടെന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. ദിസ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. സിമ്പിളാണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 2 എന്നാണ്. സിമ്പിളാണ്. നമുക്കറിയാം എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ബൈ 2. ഇതിന് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് നോക്കണം. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി അറിയാം. ഇനി എന്താ വിളിക്കണം? ബി സ്റ്റാർ എ കണ്ടുപിടിക്കണം. എന്താ ബി സ്റ്റാർ എ? ബി എ ബൈ 2. റെഡി? എ ബി ബൈ 2ഉം ബി എ ബൈ 2 സെയിം ആണോ അല്ലയോ? എ ബി എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും സെയിം അല്ലേ? ഫോർ എക്സാമ്പിൾ സെഡ് പ്ലസ് എന്ന പോസിറ്റീവ് ഇൻറ്റിജർ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ 1 എടുത്തു. പിന്നെ അടുത്തത് 2 എടുത്തു പോസിറ്റീവ് ഇൻറ്റിജർ. 1 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 1 സെയിം അല്ലേ? യെസ്. സോ ഇവിടെ എ ബി ബൈ 2ഉം ബി എ ബൈ 2 എന്താണ്? ഈക്വൽ ആണ്. അതെനിക്ക് എന്ത് പറയാം? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. Therefore, star is
കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അസോസിയേറ്റീവ് അങ്ങനെ നോക്കുക. നമുക്കറിയാം അസോസിയേറ്റീവ് എന്ന് ഫസ്റ്റ് തരുന്നു എ സ്റ്റാർ ബി സ്റ്റാർ സി കണ്ടുപിടിക്കുക. റെഡി? എ സ്റ്റാർ ബി നമുക്കറിയാം എന്താണ്? എ ബി ബൈ 2 പിന്നെ സ്റ്റാർ സി. റെഡി? ഇതിന് ആൻസർ തരാം. ഓക്കെ, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റ് ഡിവൈഡ് ബൈ 2. ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ഡിവൈഡ് ബൈ 2. സോ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ മാങ്ങ ചക്ക, മാങ്ങ ഇൻറ്റു ചക്ക ഡിവൈഡ് ബൈ 2. റെഡി? ഇതാണ് മാങ്ങ, ഇതാണ് ചക്ക. റെഡി? സോ ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് എ ബി ബൈ 2 ആണ് ലെഫ്റ്റ്, ഇൻറ്റു റൈറ്റ് ഡിവൈഡ് ബൈ 2. നോക്കുക, അപ്പോൾ എന്താ വരാ? എ ബി ബൈ 2 ഇൻറ്റു സി, എ ബി സി ഡിവൈഡ് ബൈ 2. ഇനി ഡിവൈഡ് ബൈ 2 എന്ത് ചെയ്യാം? ഇവിടെയും അധികം ആൾക്കാർ തെറ്റിക്കുക കേട്ടോ. ഈ ഡിവൈഡ് ബൈ 2 എന്ത് ചെയ്യാം? ഇൻറ്റു എഴുതാം, ഇൻറ്റു ആക്കിയതാം. പക്ഷെ എന്ത് ചെയ്യണം? ടേക്ക് ഇറ്റ്സ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഓഫ് 2 എന്താണ്? ദാറ്റ് ഈസ് 1 ബൈ 2. സോ എന്താ ആൻസർ വരാ? എ ബി സി ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4. പല ആൾക്കാരും ഈ 2നെ മുകളിലോട്ട് കൊണ്ടുപോകും, ഇവിടെ 2 കട്ട് ചെയ്യും. അത് തെറ്റാണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇനി ബ്രാക്കറ്റ് മാറ്റുക. എന്താണ്? എ സ്റ്റാർ ബ്രാക്കറ്റ് ബി സ്റ്റാർ സി. സോ എ സ്റ്റാർ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുക. ബി സ്റ്റാർ സി എന്താണ്? ബി സി ഡിവൈഡ് ബൈ 2. ബി സി ഡിവൈഡ് ബൈ 2. ഇനി ഇവിടെ എന്താ ആൻസർ? എ സ്റ്റാർ ബി സി ഡിവൈഡ് ബൈ 2. നോക്കുക, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ഡിവൈഡ് ബൈ 2. സോ എ ബി സി ഡിവൈഡ് ബൈ 2. ഈ ഡിവൈഡ് ബൈ 2 എന്ത് ചെയ്യാം? ഇൻറ്റു 1 ബൈ 2 എഴുതാം. സോ എ ബി സി ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4. ഇവിടെ എന്തായി? എ സ്റ്റാർ ബി സ്റ്റാർ സിൻ്റെ ആൻസറും എ സ്റ്റാർ ബി സ്റ്റാർ സിൻ്റെ ആൻസർ എന്താണ്? സെയിം ആണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. Therefore, star is a associative operation. സിമ്പിൾ അല്ലേ? ഇനി ടാബിൾ തരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ടാബിൾ തന്നു വിചാരിക്കുക. ഇതിപ്പോൾ ഇതുപോലെ ഒരു ടാബിൾ തന്നു. ഒരു ടാബിൾ നിങ്ങൾ തരാണ് സ്റ്റാർ 1 2 3. സിമ്പിളായ ഒരു ടാബിൾ തരാണ് ഞാൻ. സ്റ്റാർ 1 2 3 1 2 3. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ LCM എന്ന് വിചാരിക്കുക. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയാണ് സ്റ്റാർ ഈസ് LCM ഓഫ് എ ആൻഡ് ബി. ആണ് സ്റ്റാർ ഈസ് LCM ഓഫ് എ ആൻഡ് ബി. സ്റ്റാർ എന്താണ്? LCM ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ നോക്കുക, 1ന്റെ LCM 1, 1ന്റെ 2ന്റെ LCM 2, 1ന്റെ 3ന്റെ LCM 3, 2ന്റെ 1ന്റെ LCM 2, ഇവിടെ 2, ഇവിടെ നിന്നാണ് 6 3 6 3. LCM വേറെ എത്ര ഉണ്ട് ചോദിക്കുക. ഓക്കെ, ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ഇല്ലയോ? എന്താ പറഞ്ഞത്? സ്റ്റാർ എന്താണ്? LCM ഓഫ് എ ആൻഡ് ബി. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ അല്ല. LCM ഓഫ് എ ആൻഡ് ബി. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ? എങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് നോക്കുക? ജസ്റ്റ് 2 നമ്പർ നോക്കുക. 1 സ്റ്റാർ 2 എടുത്തു. 1 സ്റ്റാർ 2 എന്താ? 1 സ്റ്റാർ 2 ആണ് ആൻസർ വരുന്നത്. ഇനി 2 സ്റ്റാർ 1 എടുത്തേ, തിരിച്ചു പറഞ്ഞേ. 2 സ്റ്റാർ 1 നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കല്ല, ഇവിടുന്ന് അങ്ങോട്ട് താ. 2 സ്റ്റാർ 1 എന്താ? 2 തന്നെ. സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ 3 സ്റ്റാർ 2 എടുത്തു. 3 സ്റ്റാർ 2 എന്താ? ഇതിൻ്റെ കറസ്പോണ്ടിങ് തന്നെ 6. ഇനി ഇത് തിരിച്ചിട്ടുള്ളത് 2 സ്റ്റാർ 3. 2 സ്റ്റാർ 3 എന്താ? 2 സ്റ്റാർ 3 ഇത് കറസ്പോണ്ടിങ് 6. റെഡി? പ്രശ്നമുണ്ടോ? സോ ഇതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റ് ഇതുപോലെ തന്നെ നോക്കി നോക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസ് പോലെ പറയാം. എന്താണ്? എ സ്റ്റാർ ബി LCM ഓഫ് എ ആൻഡ് ബി. ഇനി അടുത്തത് ബി സ്റ്റാർ എ എന്താ? ബി സ്റ്റാർ എ LCM ഓഫ് തിരിയും ബി ആൻഡ് എ. ഫോർ എക്സാമ്പിൾ 2 and 3 3 and 2 രണ്ട് LCM സെയിം അല്ലേ വരാം. സോ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് LCM നോക്കാം. ഇനി ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ? ഇത് തന്ന സെറ്റ് ഇതാണ് 1 2 3. ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ? ആലോചിച്ച് നോക്കിയേ, ഈ ആൻസർ നോക്കിയേ.
ആൻസറിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 1 2 3 6 എക്സ്ട്രാ വന്നു. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ? അല്ല, ഇതെന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. LCM യൂസ് ചെയ്തിട്ട് ബൈനറി ഓപ്പറേഷൻ ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ ഉള്ളത്. റെഡി? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ്, ബൈനറി ഓപ്പറേഷനിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആൻഡ് ഇൻവേഴ്സ്. വളരെ സിമ്പിളാണ്, നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഇപ്പോൾ 2+ എന്തോ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി 2 തന്നെ വരണം. 2+ എന്ത് ചെയ്യുമ്പോഴാണ് 2 കിട്ടുക? 0. സോ ഹിയർ 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. തിരിച്ച് പറയുകയാണെങ്കിലും എന്തോ +2 ചെയ്യുമ്പോഴാണ് 2 കിട്ടുക. എന്തേ +2 ചെയ്യുമ്പോഴാണ് 2 കിട്ടുക? 0. സോ ഹിയർ 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് ഇങ്ങനെ 2 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 2 കിട്ടുക? നമുക്കറിയാം 1. സോ അതുപോലെ തിരിച്ചും പറയണം, എന്തോ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 കിട്ടണം. ഇവിടെ എന്ത് കൊടുക്കുമ്പോഴാണ്? 1. സോ ഹിയർ 1 ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അതേപോലെ തന്നെ ബൈനറി ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് A* എന്തോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തോ A ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടണം? A തന്നെ കിട്ടണം, അല്ലേ? A* എന്തോ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയാം, ഈക്വൽ ടു എന്തോ സ്റ്റാർ. അതാണ് E*. A ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കിട്ടണം, A തന്നെ കിട്ടണം. A*E-ൻ്റെ ആൻസർ A കിട്ടണം, E*A-ൻ്റെ ആൻസറും എന്ത് കിട്ടണം? A തന്നെ കിട്ടണം. ഫോർ എക്സാമ്പിൾ, A*B ഈക്വൽ ടു A+B. റെഡി? നോക്കുക, A* ഫസ്റ്റ് ഇതാണ്. A* എന്തോ E ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം, A തന്നെ കിട്ടണം. A*E എന്തരാ? A*E എന്താ അവിടെ കൊടുക്കുകയാണെങ്കിൽ ബിനോട് E കൊടുക്കുക, A+E ഈക്വൽ ടു A. അപ്പോൾ E എന്ത് കിട്ടി? E ഈക്വൽ ടു 0. ഇത് മാത്രം ചെയ്താൽ പോരാ, ഇത് റിവേഴ്സും ചെയ്യണം. എങ്ങനെ? E*A ഈക്വൽ ടു A. E*A എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, E+A ഈക്വൽ ടു A. E എന്ത് കിട്ടി? A - A 0. അപ്പോൾ ഓക്കെയാണ്, രണ്ടും സെയിം ആൻസർ കിട്ടിയത്. സോ ഐഡൻറ്റിറ്റി എലമെന്റ് എന്താണ്? 0 ആണ്. ഇനി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, A+Bയുടെ ആൻസർ എന്ത് വരണം? A തന്നെ വരണം. A+Bയുടെ ആൻസർ A തന്നെ വരണമെങ്കിൽ ബിക്ക് ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 0. സോ 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എലമെന്റ്. ഓക്കെ, ഇതാണെന്ത്? ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് ആണെന്ന് നമുക്കറിയാം, A* എന്തോ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ A ഇൻറ്റു A ഇൻവേഴ്സ് എന്തായിരുന്നു? മെട്രിക്സിൽ പഠിച്ചതാ. A ഇൻറ്റു A ഇൻവേഴ്സ് എന്താ? I, ഐഡൻറ്റിറ്റി എലമെന്റ്. A* എന്തോ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെന്റ് E. കറക്റ്റ് കൺസെപ്റ്റ് അല്ല, മനസ്സിലാക്കാൻ പറഞ്ഞാണ്. അപ്പോൾ A* ഇൻവേഴ്സ് നമുക്കെന്ത് പറയാം? A⁻⁻1 എന്ന് പറയാം, I എന്ന് പറയാം, B എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ B എന്നാണ് പറഞ്ഞത്, നമുക്ക് എന്തും കൊടുക്കാം. B ആണ് B, അല്ലെങ്കിൽ A⁻⁻1 എന്ത് കൊടുക്കാം. സോ A*B ഈക്വൽ കിട്ടണം, E കിട്ടണം. അതുപോലെ തിരിച്ച് പറയുമ്പോഴും എങ്ങനെ തിരിച്ച് പറയാം? B*A ഈക്വൽ എന്ന് തന്നെ വരണം, E വരണം. വേർ B എന്താണ്? B ഈസ് ഇൻവേഴ്സ് ഓഫ് P. ഇൻവേഴ്സ് ഓഫ് A. Aന്റെ ഇൻവേഴ്സ് ആണ് B. A⁻⁻1 എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ 2 പോയിന്റ് ഞാൻ പറഞ്ഞത്, ഇത് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ് 2 മാർക്കിന്. ഐഡൻറ്റിറ്റി എലമെന്റ് എന്താ? A*E അല്ലെങ്കിൽ E*A എന്ത് വരണം? A വരണം. A*B അല്ലെങ്കിൽ B*A എന്ത് വരണം? E വരണം. ഇതാണ് ഐഡൻറ്റിറ്റി എലമെന്റ്. ഇവിടെ എന്താണ്? ഇൻവേഴ്സ്. ഏതാ ഇൻവേഴ്സ്? B. ഇവിടെ ഐഡൻറ്റിറ്റി E. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഐഡൻറ്റിറ്റി എലമെന്റ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് ദി ബൈനറി ഓപ്പറേഷൻ A*B ഈക്വൽ ടു AB/6 ആൻഡ് A*B ഈക്വൽ ടു AB². സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നോക്കാം. സിമ്പിളാണ്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ A*B ഈക്വൽ ടു എന്താണ്? AB/6. ഇനി ഐഡൻറ്റിറ്റി എലമെന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ എന്ത് വരണം? A തന്നെ വരണം. ഇതിന്റെ ആൻസർ A തന്നെ വരണമെങ്കിൽ ബിക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്?
6 സബ്സ്റ്റിറ്റ്യൂട്ട് 6 ക്യാൻസലായി എ ഈക്വൾ ടു എന്ന് വരില്ലേ? ശരിയാണ്. അപ്പോൾ ബി ഈക്വൾ 6 വരുന്നത്. അപ്പോൾ അവിടെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? 6 ആണ്. ഇതാണ് സ്റ്റെപ്പ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം. അതല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു? എ സ്റ്റാർ ഐഡന്റിറ്റി എലമെന്റ് ഈക്വൽ ടു എ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഓർ എന്ത് വരണം? രണ്ട് കേസ് ഉണ്ട്. ഏതൊക്കെയാണ്? എ സ്റ്റാർ ഇയും പിന്നെ ഇ സ്റ്റാർ എയും എന്തിന് വരണം? എ തന്നെ വരണം. രണ്ടും വരണം. സോ ഫസ്റ്റ് എ സ്റ്റാർ ഇ എന്താ? എ സ്റ്റാർ ഇ ഈക്വൽ ടു ഏത് എഴുതി? എ സ്റ്റാർ ഇ എന്താണ്? എ സ്റ്റാർ ഇ എ ഇ ബൈ 6 ഈക്വൽ ടു എ. സിംപ്ലിഫൈ ചെയ്യാം. എ ഇ ഈക്വൽ ടു 6a ദെൻ ഇ ഈക്വൽ ടു 6a ഡിവൈഡ് ബൈ എ ക്യാൻസൽ 6 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് ഓക്കെ ആയി. അതായത് ഇ എന്ന് കിട്ടി, 6 കിട്ടി. ഇനി ഈ കേസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ 6 തന്നെ കിട്ടണം. സോ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് കൊടുത്തു. ഇ സ്റ്റാർ എ എന്താണ്? എ സ്റ്റാർ ബി എ ബി ബൈ 6 എന്നാണെങ്കിൽ ഇ സ്റ്റാർ എ എന്തരാ? ഇ എ ബൈ 6 ഈക്വൽ ടു എ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ എ ഈക്വൽ ടു 6a ദെൻ ഇ ഈക്വൽ ടു 6a ഡിവൈഡ് ബൈ എ ദാറ്റ് ഈസ് ഓൾസോ 6. രണ്ട് ആൻസർ എന്താണ്? സെയിം അല്ലേ? Therefore ഐഡന്റിറ്റി എലമെന്റ് ഇ ഈക്വൽ ടു 6. ഐഡന്റിറ്റി ഇ എന്ന് കിട്ടി, 6 കിട്ടി. 1 മാർക്കാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്താൽ മതി. റെഡി. നെക്സ്റ്റ് ഇൻവേഴ്സ്. എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? നമുക്കറിയാം എ സ്റ്റാർ എൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ ബി എന്ന് പറയാം ഈക്വൽ ടു ഇ ഓർ ബി സ്റ്റാർ തിരിച്ചുള്ളതും ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ. ഇത് രണ്ട് കേസ് നോക്കണം. നോക്കുക. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ. ഇ എത്രയാണ്? 6. എ സ്റ്റാർ ബി എന്താ? എ ബി ബൈ 6 ഈക്വൽ ടു 6. സിംപ്ലിഫൈ ചെയ്യാം. സോ എ ബി ഈക്വൽ ടു 6 into 6 36. ദെൻ ബി ആണ് എൻ്റെ ഇൻവേഴ്സ്. എന്താ? 36 ഡിവൈഡ് ബൈ എ കിട്ടി. ഇനി തിരിച്ചും ചെയ്യണം. എങ്ങനെ? ബി സ്റ്റാർ എയും കണ്ടുപിടിക്കണം. ബി സ്റ്റാർ എ ഈക്വൽ ടു 6. ബി സ്റ്റാർ എന്താ? ബി എ ബൈ 6 ഈക്വൽ ടു 6. ബി എ ഈക്വൽ ടു 36. ദെൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ എ. രണ്ട് സെയിം അല്ലേ? ഈ ബി ഇവിടെ സെയിം അല്ലേ? Therefore inverse of a is 36 divided by a. ക്ലിയർ? സിമ്പിൾ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്കിവിടെ ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് 5 എന്ന് ചോദിക്കുകയാണെങ്കിലോ? ഫൈൻഡ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് 5. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എൻ്റെ പ്ലേസിലൊക്കെ എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഏത് എലമെന്റ് പറഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഓഫ് 5 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ എൻ്റെ പ്ലേസിലൊക്കെ എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. എൻ്റെ പ്ലേസിലൊക്കെ 5 കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ റെഡി. 5 കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടുക, 6 തന്നെ കിട്ടുക. ഇനി ഇവിടെ അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് 5 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? എൻ്റെ പ്ലേസിലൊക്കെ എന്ത് ചെയ്യുക? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ ആൻസർ വരിക? 36 ഡിവൈഡ് ബൈ 5 എന്നൊരു ആൻസർ. ക്ലിയർ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഐഡന്റിറ്റി എലമെന്റും ഇൻവേഴ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ. സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചോളൂ. നോക്കുക. നമുക്ക് ആദ്യം എന്താണ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണ്. അതുപോലെ തന്നെ ഇ സ്റ്റാർ എയും എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ഈ രണ്ട് കേസ് നോക്കണം. നോക്കുക. ആദ്യം എ സ്റ്റാർ ഇ ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എ സ്റ്റാർ ഇ 5ൻ്റെ അല്ല, സാധാ ക്വസ്റ്റ്യൻ. ഓക്കെ. എ സ്റ്റാർ ഇ എന്താ? എ സ്റ്റാർ ബി എ ബി സ്ക്വയർ എന്നാണെങ്കിൽ എ സ്റ്റാർ ഇ എന്താ? എ ഇ സ്ക്വയർ ഈക്വൽ ടു എ. ഇതങ്ങ് കൊണ്ടുപോകുന്ന ഒരു ആൻസർ ഇ സ്ക്വയർ ഈക്വൽ ടു എ ബൈ എ 1 കിട്ടി. ദെൻ ഇ എന്ത് കിട്ടി? റൂട്ട് എടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 രണ്ട് സെയിം തന്നെ. ഓക്കെ. നെക്സ്റ്റ് അപ്പോൾ ഇത് യൂസ് ചെയ്തു, നമുക്ക് ഇ കിട്ടി. ഇനി ഇത് യൂസ് ചെയ്യുക. ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഇ സ്റ്റാർ എ എന്താ? എ സ്റ്റാർ ബി എ ബി സ്ക്വയർ എന്നാണെങ്കിൽ ഇ സ്റ്റാർ എ എന്താ? ഇ എ സ്ക്വയർ ഈക്വൽ ടു എ. അങ്ങോട്ട് കൊണ്ടുപോവുക. ഇ ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ എന്ന് കിട്ടി.
സോ എന്താ ആൻസർ കിട്ടിയത്? കട്ട് ചെയ്യാം. 1/a. ഈ രണ്ട് ആൻസർ സെയിം ആണോ? ഈ സെയിം ആണോ? അല്ല, രണ്ടിൻ്റെ ആൻസർ സെയിം ആവണം. എ സ്റ്റാർ ഇയും ഇ സ്റ്റാർ എ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അവിടെ therefore നമുക്കെന്താ പറയാം? therefore ഐഡൻറ്റിറ്റി എലമെന്റ് does not exist. ഐഡൻറ്റിറ്റി എലമെന്റ് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റെഡി? വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇനി ഇൻവേഴ്സ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഐഡൻറ്റിറ്റി എലമെന്റ് കിട്ടാൻ നമുക്ക് എന്ത് കിട്ടില്ല? ഇൻവേഴ്സ് കിട്ടില്ല. ഇതേപോലെ തന്നെ നമുക്കൊരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റെഡി എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ടേബിൾ തന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റാർ LCM ഓഫ് എ ആൻഡ് ബി 1 2 3. നേരത്തെ നമ്മൾ ചെയ്തതാണ്. LCM ഓഫ് എ ആൻഡ് ബി 1 2 3. റെഡി? നോക്കുക, LCM ഓഫ് എ ആൻഡ് ബി എന്താ ഇവിടെ വരാം? LCM ഓഫ് എ ആൻഡ് ബി നോക്കുക, 1 2 3 2 2 6 3 6 3. നോക്കുക, 1 സ്റ്റാർ 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 1 തന്നെ വരണം. അതിനുള്ള കാരണക്കാരാരാണ്? 1 അല്ലേ? റെഡി? ഇനി അടുത്ത, അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെന്റ് എന്താ? 1. ഇനി 1 സ്റ്റാർ 2 ചെയ്യുമ്പോൾ എന്താ ഇടുന്നത്? 1 സ്റ്റാർ 2 ചെയ്യുമ്പോൾ 1 കിട്ടുന്നില്ല, എന്താ ഇടുന്നത്? 2 കിട്ടുന്നത്. എനിക്ക് 1 സ്റ്റാർ ചെയ്യുമ്പോൾ എന്നിട്ട് വേണം 1 തന്നെ വരണം. അതായത് ഉള്ള വേറെ കേസ്. അതേപോലെ തന്നെ ഇവിടെ ഇല്ല, അത് കഴിഞ്ഞു. ഇനി 2 സ്റ്റാർ 1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരണം? 2 തന്നെ വരണം. വരുന്നില്ലേ? ഇതേ ഐഡൻറ്റിറ്റി ഇവിടെ വരുന്നില്ലേ? വരുന്നുണ്ട്. ഇനി 2 സ്റ്റാർ 2 ചെയ്യുമ്പോൾ 2 വരുന്നുണ്ട്. ഈ 3 സ്റ്റാർ 1 ചെയ്യുമ്പോൾ 3 വരുന്നുണ്ട്. 3 സ്റ്റാർ 3 ചെയ്യുന്നുണ്ട് 3 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഐഡൻറ്റിറ്റി എലമെന്റ്? 1ഉം പിന്നെ ഏത് നമ്പറാണ് എടുക്കുന്നത്? ആ നമ്പർ. അതാണെന്ത്? ഐഡൻറ്റിറ്റി എലമെന്റ്. റിവേഴ്സും നോക്കണം. റെഡി? ഇത്രയും കാര്യങ്ങൾ എന്തുള്ളത്? ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിറ്റി എലമെന്റ് ഒക്കെ കണ്ടുപിടിക്കുന്ന രീതി ഇൻവേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. A, B സ്റ്റാർ C, D ഈക്വൽ ടു A plus C, B plus D. റെഡി? A plus C, B plus D. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഇത് അസോസിയേറ്റീവ് ആണോ? ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെന്റ് എന്താണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡി? എല്ലാവരും ചെയ്ത് നോക്കുക. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൈനറി ഓപ്പറേഷൻ നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെ പഠിച്ചതെന്ന്? എന്താണ് ബൈനറി ഓപ്പറേഷൻ? ഒരു സ്റ്റാർ തന്നിട്ട് അത് ബൈനറി ഓപ്പറേഷൻ ഒക്കെ നോക്കുക. A സ്റ്റാർ B ചെയ്യുമ്പോൾ നമുക്ക് തന്ന സെറ്റുള്ള അതേ എലമെന്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്കെന്ത് അറിയാം? അത് ബൈനറി ഓപ്പറേഷൻ ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്താ? A സ്റ്റാർ B ഈക്വൽ ടു B സ്റ്റാർ A ആണെങ്കിൽ നമുക്കെന്ത് അറിയാം? ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അസോസിയേറ്റീവ് എന്താ? A സ്റ്റാർ B ബ്രാക്കറ്റ് സ്റ്റാർ C ഈക്വൽ ടു A സ്റ്റാർ ബ്രാക്കറ്റ് B സ്റ്റാർ C ആണെങ്കിൽ നമുക്കെന്ത് അറിയാം? അത് അസോസിയേറ്റീവ് ആണ്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെന്റ് A സ്റ്റാർ E ഈക്വൽ ടു A ആണെങ്കിൽ അതിൽ E ആണെന്ത്? ഐഡൻറ്റിറ്റി എലമെന്റ്. അത് തിരിച്ചും നോക്കണം. ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? A സ്റ്റാർ ഇൻവേഴ്സ് ഓഫ് A അല്ലെങ്കിൽ B ഈക്വൽ ടു E വരാണ്. അല്ലെങ്കിൽ തിരിച്ച് പറയാം B സ്റ്റാർ A ഈക്വൽ ടു E. അതിൽ നിന്ന് നമുക്ക് B കണ്ടുപിടിക്കുക. ആ B ആണെന്ത്? ഇൻവേഴ്സ്. സിമ്പിളാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. താങ്ക് യു.